സുമർ സാറാണ്. നമ്മളിന്ന് കീം റാങ്ക് വരാൻ പോകുന്ന സമയമാണ്, ഉടൻ തന്നെ എത്തും എന്നാണ് പറയുന്നത്. അവരുടെ അടുത്ത് ഞാനൊന്ന് നേരിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഉടൻ തന്നെ എന്നേ പറയുന്നുള്ളൂ, ഇന്ന ഡേറ്റ് എന്ന് പറയുന്നില്ല. എന്നാലും ഏകദേശം നമ്മുടെ ഈ മാസം 10-നും 15-നും ഇടയ്ക്കുള്ളൊരു ഡേറ്റിലാണ് വരുന്നതെന്ന് പറഞ്ഞത്. അത്രയും സമയം കൂടെ എടുക്കും എന്നാണ്. എന്തായാലും നമുക്കത് കാത്തിരിക്കാം, അല്ലാതെ നമുക്കൊന്നുമേ വേറെ നിവൃത്തിയില്ല. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ സ്റ്റേറ്റ് സിലബസുകാർക്ക് കീമിൻ്റെ റാങ്കിങ്ങിൽ ഏറ്റവും ടോപ്പിലെത്തിക്കാൻ അവരുടെ PCM മീൻസ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇതിൻ്റെ ആ ടോട്ടലിൻ്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ ആ പ്രയോജനം, നല്ല കഷ്ടപ്പെട്ട് പഠിച്ച ആ കുട്ടികളുടെ പ്രയോജനം ഭയങ്കരമായിട്ട് ഒന്ന് അറിയിക്കുക എന്നുള്ളതാണ്. നമ്മൾ പോലും കൂടുതൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും മനസ്സുകൊണ്ടൊക്കെ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നെങ്കിലും അതൊന്നും നിങ്ങളിലോട്ടൊന്ന് കറക്റ്റായിട്ട് അതിൻ്റെ ആ ബലം, അതിൻ്റെ ആ ഞാൻ പറഞ്ഞത് അത് നിങ്ങളുടെ ആ റാങ്കിങ്ങിൽ അതിൻ്റെ പ്രയോജനം എന്തുമാത്രം ഉണ്ടെന്നൊന്ന് അറിയിക്കുക എന്നുള്ളതാണ്. നമുക്ക് സാധാരണ മിക്കവാറും ഈ എൻട്രൻസിന് കീമിന് തന്നെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് സിലബസുകാരുടെ റാങ്കിങ് നമ്മുടെ തുടക്കത്തിൽ നമ്മുടെ സ്റ്റേറ്റ് സിലബസുകാരൊന്നും ചിലപ്പോൾ കാണത്തില്ല. ആദ്യത്തെ ഒരു 50 പേരൊക്കെ നോക്കിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു 60 പേരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് സിലബസുകാർ ആരുമേ എൻട്രായി കാണത്തില്ല. മീൻസ് നമ്മുടെ റാങ്കിങ്ങിൽ ഇപ്പോൾ ഫസ്റ്റ് റാങ്ക് തൊട്ട് ഇങ്ങനെ പോവാം, ഒരു 50-55,000 ഉണ്ടെന്ന് വെച്ചോ. ഇവിടെ വരുമ്പോൾ ഫസ്റ്റ് ഒരു 100 പേരെ വരെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ നമ്മുടെ ഒരു 10-30 പേരൊക്കെയോ നമ്മുടെ സ്റ്റേറ്റ് സിലബസുകാർ ഇൻക്ലൂഡഡ് ആവത്തുള്ളൂ കേട്ടോ. സാധാരണ അങ്ങനെയൊക്കെയാണ്. ഒരു 60-70 വരെയൊക്കെ CBSEക്കാരായിരിക്കും. പിന്നെ അങ്ങോട്ട് സ്റ്റേറ്റ് സിലബസുകാർ CBSEക്കാരോട് എൻട്രായി തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇവിടം തൊട്ടൊക്കെ ആയിരിക്കും നമ്മുടെ സ്റ്റേറ്റ് സിലബസുകാരുടെ എൻട്രി. അവിടെ ഒരു 10-70 പേരൊക്കെ അടുത്തുള്ളിലും നമ്മുടെ സ്റ്റേറ്റ് സിലബസുകാർ എത്താറ് സാധാരണ ആ ഡേറ്റയാണ് കാണിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് 2 പേരും ഉണ്ട്, സ്റ്റേറ്റ് സിലബസും CBSEയും കൂടെ രണ്ടും കൂടെ ചേർന്നുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഓക്കെ, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും തോറും നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇവരുടെ മാർക്കുകൾ നോക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നല്ലപോലെ നിങ്ങളുടെ CBSE പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ കൂട്ടത്തിൽ, നിങ്ങളൊന്ന് നോക്കണം. അവരുടെ മാർക്കുകൾ നോക്കുമ്പോൾ 300-ലാണ് നമുക്ക് 2 പേരുടെയും മാർക്ക് എന്ന് പറഞ്ഞാൽ കീമിൻ്റെ ആണെങ്കിലും അല്ലാതെ +2 ഓർ 12th. CBSEക്കാരെ 12th എന്നാണ് അവർ വിളിക്കുന്നത്. നമ്മൾ +1 +2, അവർ 11 ആൻഡ് 12th നോക്കുമ്പോൾ ഇവിടെയും മാർക്കുകൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ നമ്മുടെ കീമിന് ഇവിടുത്തെ സ്റ്റേറ്റ് സിലബസുകാരുടെ മാർക്ക് ഇത്തിരി കുറവായിരിക്കും. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ബട്ട് അവർ PCMന് വരുമ്പോൾ ഇവിടുത്തെ PCMന് വരുമ്പോൾ നല്ല മാർക്കായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. സ്റ്റേറ്റ് CBSE. ഓക്കെ, ഞാൻ ഒന്ന് എളുപ്പമൊന്ന് കാണിക്കാം, ശ്രദ്ധിച്ചോണേ. ഇപ്പോൾ കീമിന് സ്റ്റേറ്റ് സിലബസുകാർക്ക് ഒരു 40 മാർക്ക് കിട്ടുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു 60 മാർക്ക് കിട്ടുന്നു, എന്തെങ്കിലും ഒരു 40, ഞാനൊരു 40-45 കൂട്ടിയാൽ മതി പോട്ടെ. അല്ലെങ്കിൽ ഒരു 50 കഴിയുമ്പോൾ തന്നെ നമ്മുടെ പെർസെൻറ്റേജ് ഇപ്പോൾ ഒത്തിരി അങ്ങ് മുന്നിലാവുന്നുണ്ട്. ഞാനൊരു 50% മാർക്ക് ഏകദേശം എടുക്കാം. 32 മാർക്കൊക്കെയാണ് ഈ വർഷത്തെ 50% വന്നേക്കുന്ന മാർക്ക്. 32 മാർക്കൊക്കെ വരുന്നുള്ളൂ 50%. അപ്പോൾ അതേ സമയത്ത് മറ്റൊരു കുട്ടിയുടെ ചിലപ്പോൾ അതേ CBSEയുടെ വരുമ്പോൾ അത് ഏകദേശം ഒരു 50-60 ഇടയ്ക്ക് ചിലപ്പോൾ ഉണ്ടായേക്കാം. സാധാരണ ഉണ്ട് കേട്ടോ, അത്രയൊക്കെ അടുത്ത് വരുന്നുണ്ട്. 50-60 ഇടയ്ക്ക് അതേപോലെ വരുന്നുണ്ട്. അവിടെ അതേ സമയത്ത് ഇത് സ്റ്റേറ്റ് സിലബസുകാരുടെ PCMൻ്റെ മാർക്ക് വരുമ്പോൾ ഇത് 300-ൽ ചിലപ്പോൾ 300 കിട്ടുന്നവർ ഒത്തിരി പേരാണ്. 300-ൽ കിട്ടുന്നവർ ഒത്തിരി പേരാണ്. നിങ്ങൾക്കറിയാം, ഒത്തിരി പേര് നല്ല കഷ്ടപ്പെട്ട് പഠിക്കുന്നവരാണ്. ഞാൻ കാണുന്നതാണ് നമ്മുടെ ക്ലാസ്സിൽ ഇഷ്ടംപോലെ കുട്ടികൾ നന്നായിട്ട് മനസ്സിലാക്കി വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അവരതുകൊണ്ട് 300-ൽ 300 കിട്ടി. ഇനിയും മുന്നോട്ട് പോകാൻ സ്ഥലമില്ല. നിങ്ങളൊന്നാലും ചോദിക്കുകയെ, അവർക്ക് ഇനിയും പഠിക്കാനുള്ള അല്ലെങ്കിൽ നല്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷേ അതുകൊണ്ട് തീർന്നു, നമ്മുടെ ടാസ്ക് തീർന്നു. ബട്ട് നമുക്ക് CBSEയിൽ അങ്ങനെയല്ല. അവർക്ക് ഇനിയും ചെയ്ത് തീർക്കാനുള്ള പ്രോബ്ലംസുകളാണ് വരുന്നത്. മീൻസ് അത്രയ്ക്ക് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ വരുന്നുണ്ട്. അവിടെയാണ് ഇവരുടെ ഈ കീമിൻ്റെ ഉണ്ടാകുന്ന വ്യത്യാസം വരുന്നത്. കീമിലെ ടഫ് ക്വസ്റ്റ്യൻസുകൾ അപ്പോൾ കൂടുതൽ ചെയ്യാൻ ഇത്തിരി കഴിവ് നേടിയേക്കുന്നത് CBSEക്കാരാണ്. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, അവർക്കങ്ങ് കഴിവ് കൂടിയതുകൊണ്ടല്ല, അവരെ കഴിവ് കൂട്ടാനുള്ള ക്വസ്റ്റ്യൻസുകളെ പഠിപ്പിച്ചതുകൊണ്ടാണ്. അതിപ്പോൾ കേരള സിലബസുകാർക്ക് അതേ റേഞ്ചിൽ അങ്ങോട്ട് പഠിപ്പിച്ചാൽ ഈ 300-ൽ 300 കിട്ടിയവരൊക്കെ CBSEക്കാരും ചിലപ്പോൾ മുന്നിൽ എത്തിയേക്കാം. പക്ഷെ നമുക്ക് അതിനുള്ള പ്രോബ്ലംസുകൾ അത്രയും ടഫായിട്ട് വരുന്നില്ല.
അപ്പോൾ അവരുടെ മാർഗ്ഗം എന്ന് പറയുമ്പോൾ ഒത്തിരി പേർ കാണും 300-ൽ 300, 300, ചിലപ്പോൾ 2 മാർക്ക് 1 മാർക്ക് ചിലപ്പോൾ ഫിസിക്സിന് ഫുള്ള്, കെമിസ്ട്രിക്ക് ഫുള്ള്, മാത്സിന് 1 മാർക്ക് പോയേക്കാം. അങ്ങനെയൊക്കെ പോകാറുള്ളൂ. 299 ഇങ്ങനെ ഇടിച്ച് നിൽക്കുകയാണ് 300-ആയിട്ട്. അപ്പോൾ അവരുടെ മാർക്ക് വരുമ്പോൾ ഏകദേശം നമുക്ക് PCMൻ്റെ മാർക്ക് ടോട്ടൽ ഞാൻ 300 അല്ലെങ്കിൽ 290-നും 300-നും ഇടയ്ക്കുള്ളവർ ഇഷ്ടം പോലെയാണ്. ഇഷ്ടം പോലെ ഒത്തിരി കുട്ടികൾക്കാണ്. അതാണ് അവരെ നമ്മുടെ നല്ല റാങ്കിങ്ങിൽ എത്താനുള്ള സഹായിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ അതേ സമയത്ത് CBSEയുടെ വരുമ്പോൾ PCMന് 300 അടുക്കുന്നവരില്ല എന്നല്ല, 300 ഉള്ളവർ കാണാം, ബട്ട് നന്നേ കുറവായിരിക്കും. അതെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം നമുക്ക് കീമിനൊക്കെ ഇപ്പം നമ്മുടെ നല്ല റാങ്ക് 200-ന് മേളിൽ പോയിട്ടുണ്ട്. നമുക്കിവിടെ 40, ഞാൻ 32 പറയുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ 300-ൽ 200, 250 വരെയൊക്കെ ഉണ്ടെന്നാണ് ഞാനിപ്പോൾ 250 വരെയുള്ള ഒരാളുടെ ഡേറ്റ അറിഞ്ഞു. അപ്പം അത്രയ്ക്ക് എത്തണമെങ്കിൽ എന്തായാലും അത്ര എളുപ്പമല്ല. അപ്പോൾ ഇവിടെയും നമ്മുടെ CBSEക്കാരിലും ഉണ്ട് 300-ൽ 300-നടുത്തോ 300 അല്ലെങ്കിൽ 290 വരെയൊക്കെ, പക്ഷേ എണ്ണത്തിൽ വളരെ കുറവാണ്. അവർക്കെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 260, അതൊക്കെ അവരുടെ വലിയ മാർക്കുകളാണ് കേട്ടോ. 300-ൽ 260, 270 എന്നൊക്കെ പറഞ്ഞാൽ 200 നല്ല മാർക്ക് അവരുടെ. പക്ഷെ നമുക്കത് നമ്മുടെ സ്റ്റേറ്റ് സിലബസിൽ 300-ൽ 260 എന്ന് പറഞ്ഞാൽ നല്ലതാണോ? അല്ല, മോശമാണ്. മോശം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ 300-ൽ 260 എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒന്നും പഠിക്കുന്നില്ല, ആ രീതിയിൽ കൂടെ തന്നെയാണ് പറയുന്നത്. 300-ൽ 290, 200 അങ്ങനെ വരുമ്പോഴേ നമുക്കൊരു ടോപ്പ് മാർക്ക്. അപ്പോൾ അവരുടെ മാർക്ക് വരുമ്പോൾ ഏകദേശം ഞാൻ പറയുന്നത് 260-നും 270-നൊക്കെ ഇടയ്ക്കേ നിൽക്കാറുള്ളൂ. ടോപ്പായിട്ട് ഒരുവിധം വരുന്ന ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ടോപ്പ് ആവുന്നവരുടെ ആവറേജ്. അപ്പോൾ ഈ രണ്ടും കൂടി ചേരുമ്പോൾ ഏകദേശം സെയിം മാർക്ക് വരും 600-ൽ. അതാണ് ഞാനീ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ 290-ൽ ഇപ്പോൾ ഏകദേശം നമുക്ക് സ്റ്റാൻഡേർഡൈസേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഒരു 290 കിട്ടിയാൽ, ഒരു 300 കിട്ടുന്നവരാണെങ്കിൽ 290 കിട്ടിക്കോട്ടെ. 290 30 ചേരുമ്പോൾ 320 ഇവിടെ കിട്ടും. ഓക്കെ, 320ഓളം വരുന്നുണ്ട്. ബട്ട് ഇവിടെ നോക്കിക്കേ, ഇവിടെ കിട്ടുന്നത് ചിലപ്പോൾ 265 ആണെങ്കിൽ 265-ഉം ഈ 60 ചേരുമ്പോഴും 320, 325 വരുന്നുണ്ട്. മനസ്സിലായോ? ആ ഏകദേശം ഉണ്ടോ, സെയിം ആവുന്നുണ്ട്. അപ്പം നമ്മളെ തുണയ്ക്കുന്നത് മീൻസ് നമ്മളെ സഹായിക്കുന്നത് സ്റ്റേറ്റ് സിലബസ് സഹായിക്കുന്നത് ആരാണ്? PCM. അപ്പോൾ PCM നല്ലപോലെ പഠിച്ചവർക്ക് നല്ല രീതിയിൽ കൂടെ നമുക്ക് ഇവിടെ ഈ കീം റാങ്കിങ്ങിന് സഹായം ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് ഒത്തിരി കുട്ടികൾക്ക്, ഞാൻ അറിഞ്ഞത് ഇഷ്ടംപോലെ കുട്ടികൾക്ക് ഇതുള്ളത് കൊണ്ട് ഇവിടെ ഒരു 10 മാർക്ക് കിട്ടിയാൽ പോലും മീൻസ് ഒരു ജസ്റ്റ് പാസ്സാവുന്ന കുട്ടിക്കും PCMന് മാർക്ക് ഉണ്ടെങ്കിൽ ഒരുവിധം നല്ല റാങ്ക് കിട്ടുന്നുണ്ട്, മോശമല്ലാത്ത റാങ്ക് കിട്ടുന്നുണ്ട്. അത് തന്നെ നമുക്കൊരു ബെനിഫിറ്റായിട്ട് ഇത് വരുന്നുണ്ട്. ഇപ്പോൾ കീം മാത്രമായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എവിടെയായിരിക്കും നമുക്ക് നമ്മുടെ മാർക്ക് ചിലപ്പോൾ സ്റ്റേറ്റ് സിലബസുകാർക്ക് ചിലപ്പോൾ കിട്ടുന്നവരുടെ മാർക്ക് ഇത്തിരി കുറവായിരിക്കും. അങ്ങനെ റാങ്ക് ഇത്തിരി കൂടെ നമുക്ക് കിട്ടുന്ന കുറവായിരുന്നു. പക്ഷേ ഇവനെയും കൂടെ ആഡ് ചെയ്യുന്ന ആ രീതി ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് നല്ലൊരു റാങ്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും, അതൊക്കെ വേണം. ഏതായാലും അങ്ങനൊരു സംഭവം വന്നതുകൊണ്ട് നമ്മളിവിടുത്തെ സ്റ്റേറ്റ് സിലബസിലെ ഒത്തിരി കുട്ടികൾക്ക് കീമിന് റാങ്കിങ്ങിന് മുന്നിലെത്തി നല്ല കോളേജ് സെലക്ട് ചെയ്യാൻ പറ്റും. അവർ പിന്നെ ഒരു കുഴപ്പമില്ല, എല്ലാവരും ഒരേപോലെ ഒരു സിലബസാണ് പഠിക്കുന്നത്, ഒരേ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നത് കൊണ്ട് പിന്നെ അവരും ടോപ്പായിരിക്കും. ഫസ്റ്റ് ടൈമിൽ പക്ഷേ നിങ്ങൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമുക്കൊന്ന് പതറിയേക്കാം. ഫസ്റ്റ് ടൈമിലൊക്കെ ഈ സ്റ്റേറ്റ്സും CBSE ഒക്കെ നമ്മുടെ എഞ്ചിനീയറിങ്ങിന് എത്തുമ്പോൾ അവരിത്തിരി മുന്നിലായിരിക്കാം. CBSE കുട്ടികളൊക്കെ ഇത്തിരി നല്ലപോലെ ചെയ്തെന്നിരിക്കും. ബട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവർ മുന്നിലെത്തും. കാരണം അവർക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള ടാസ്ക് കിട്ടിയില്ലായിരുന്നു. ഇനിയിപ്പോൾ അവർ പിന്നെ അവരെപ്പോഴും പഠിക്കുമ്പോൾ മുഴുവൻ പഠിച്ചാൽ പോകുന്നത്. 300-ൽ 300 കിട്ടുന്നവരൊക്കെയാണ് കൂടുതലും. അപ്പോൾ അവർ മുഴുവൻ പഠിച്ചാൽ പോകുന്നത്. അന്നേരം നമ്മുടെ സ്റ്റേറ്റ് സിലബസിലുള്ളവരും എഞ്ചിനീയറിംഗിന് എത്തി പഠിച്ചു തുടങ്ങുമ്പോൾ മുന്നിൽ തന്നെ ആയിരിക്കും, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ മാർക്ക് നല്ലതുപോലെ ഉള്ളത് കൊണ്ട് നമുക്കൊരു കീമിന് നല്ല റാങ്ക് കിട്ടാനുള്ള സഹായം ഉണ്ടെന്ന് നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്തിയെന്ന് മാത്രം. ഇതേപോലെ നമുക്കൊരു 300, 350 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു നല്ല റാങ്കിങ്ങിനുള്ള സഹായം നമ്മുടെ ഇപ്പോഴത്തെ രീതിയിൽ കൂടെ ഉണ്ട്. 600-ൽ ഏകദേശം പകുതിക്ക് മുകളിൽ എത്തുമ്പോൾ തന്നെ മോശമില്ലാത്ത റാങ്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും 500-ന് മേളിലുള്ളവരും ഉണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു. പിന്നെ രണ്ടിലും മീൻസ് CBSEയിൽ കുട്ടികൾ മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. രണ്ടുപേരും CBSEയിൽ പല സ്കൂളുകളിലും എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് മിക്ക കുട്ടികളും പഠിക്കുന്നത്. മനസ്സിലായല്ലേ? ശരിയല്ലേ? നിങ്ങൾ പല സ്കൂളുകളിലും എൻട്രൻസൂടെ ചേർത്താണ് പഠിക്കുന്നത്. അപ്പോൾ അവർ ഓൾറെഡി അതുമായിട്ട് ലയിച്ചാണ് പഠിച്ചിറങ്ങിയത്. ബട്ട് നമ്മുടെ കേരള കുട്ടികളെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല.
അവർ കുറച്ച് കുട്ടികളേ ഉള്ളൂ സെപ്പറേറ്റ് ആയിട്ട് ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് ഇതിനോടൊപ്പം പോകുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് അവർക്കുള്ളതുകൊണ്ട് പലരും പോകാറില്ല, കുറച്ച് കുട്ടികൾ. അപ്പം മറ്റേവരങ്ങനെയല്ല, മിക്ക കുട്ടികളും അതോടെ ചേർത്ത് പോകുന്നതുകൊണ്ട് അവർക്ക് ഇതൊരു ഈസി ആയിട്ട് മാറുന്നതേ ഉള്ളൂ. നമ്മൾ അതിനും ഉണ്ടായിരുന്നുവെങ്കിൽ, പക്ഷേ അതിനുള്ള സമയം നമുക്ക് കിട്ടാറില്ല, അതുകൊണ്ട് തന്നെ പോകാം. അപ്പോൾ ആ വ്യത്യാസമാണ് അവിടെ വന്നേക്കുന്നത്. അല്ലാതെ നമ്മുടെ സ്റ്റേറ്റ് സിലബസുകാർ നല്ലപോലെ പഠിക്കാൻ കഴിവുള്ളവരാണ്, ഞാൻ കാണുന്നതാണ്, അടിപൊളിയായിട്ട് നല്ല സ്പീഡിലാണ് ചെയ്യുന്നത്. പക്ഷേ അവരുടെ ടാസ്ക് തീർന്നു, ഇനി ഇടിച്ച് നിൽക്കുക, ഇനി മുന്നോട്ടില്ല. മനസ്സിലായല്ലോ, ഇടിച്ച് നിൽക്കുക. ഇനി അവർക്ക് ഇനിയും പ്രോബ്ലം നല്ല ടഫ് കൊടുത്താൽ അവർ ചെയ്യാൻ നല്ല കഴിവുള്ളവരാണ്. പക്ഷേ നമുക്ക് ഒരു ലെവൽ കഴിഞ്ഞിട്ട് എല്ലാവർക്കും കൂടെ നടത്തുന്ന ഒരു എക്സാമിന് കേരളത്തിലെ എല്ലാവർക്കും കൂടെ നടത്തുന്നതാണ്. കേരളത്തിലെ ഫുൾ മീൻസ് താഴേക്കിടയുള്ള കുട്ടികളും എല്ലാ രീതിയിൽ കൂടെ. അപ്പോൾ അവർക്കൊരു ലെവൽ വരെ എല്ലാവർക്കും കൂടെ ഇടുന്ന ഒരു ക്വസ്റ്റിന് പറ്റുള്ളൂ. ആ ടഫായിട്ടുള്ള ലെവൽ ഒരു പരിധി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും എഴുതാൻ പറ്റില്ല. എന്നിട്ട് പോലും ഇത്രയും നമുക്ക് ഒരുവിധമൊക്കെ എക്സാമിൻ്റെ ആയിട്ട് പോലും കഴിഞ്ഞ വർഷം 80,000 ആൾക്കാർ നമ്മുടെ സ്റ്റേറ്റ് സിലബസിൽ തോറ്റുപോയത്. ഏകദേശം 80,000-അടുത്ത് 79,900 ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇനിയും ടഫാക്കാൻ പറ്റില്ല. കാരണം അത്രയും കുട്ടികൾ പിന്നെ ഫെയിലാവും, പിന്നെ അവർക്ക് എക്സാം നടത്തി എത്ര പേര് പാസ്സാവും എന്നൊക്കെയുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും സ്റ്റേറ്റ് സിലബസുകാർ നല്ലപോലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ടോപ്പായിട്ടുള്ളവർക്ക് അടിപൊളിയായിട്ട് നല്ല കഴിവുള്ളവരാണ്. അവരിനിയും ഇതൊന്ന് റിപ്പീറ്റിന് പോയാൽ അടിപൊളിയായിരിക്കും. ഞാൻ മറ്റുള്ള അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇറക്കുന്നുണ്ട് കേട്ടോ, അതിനെക്കുറിച്ചുള്ള ബെനിഫിറ്റ്സ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. മാക്സിമം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നെങ്കിൽ മീൻസ് ഒന്ന് ലൈക്ക് ചെയ്യുക. എല്ലാവരെയും കൊണ്ട് ഞാൻ ഈ പറയുന്നൊന്നും അക്സെപ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് ചില കമൻറ്റുകളൊക്കെ വരുമ്പോൾ ശരിയാണ്, എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള രീതിക്കുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോരായ്മ ചിലപ്പോൾ ഞാൻ പറയുന്നതിലുണ്ടാകും കേട്ടോ. അതൊക്കെ ഇന്നത്തെ ഉള്ളതാണ്. മാക്സിമം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എല്ലാമാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.